ഓക്കെ. ഈ ഒരു ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ലീനിയർ റീസണെ ബേസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അത്യാവശ്യം കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. കാരണം ഇതിൻ്റെ ഒറിജിനൽ ആൻസർ അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പറയുന്നത് 1000 മീറ്റർ ഉള്ള ഒരു റേസിൽ 3 പേരുണ്ട്. അർജുനുണ്ട്, ബാലാജിയുണ്ട്, ചരണുണ്ട്. അർജുനാണെങ്കിൽ ബാലാജീനെ 100 മീറ്റർ റേസിൽ 100 മീറ്ററിൽ തോപ്പിക്കും. അടുത്ത ബാലാജി ആണെങ്കിൽ ചരണിനെ 100 മീറ്റർ എന്ന ഗ്യാപ്പിൽ തോപ്പിക്കും. അടുത്ത റേസ് 1000 മീറ്ററിൻ്റെ തന്നെ റേസിലാണ് ബാലാജി ചരണിനോട് പറയുവാണ് നീ ഒരു 100 മീറ്റർ ഫ്രണ്ടിൽ നിന്ന് ഓടിക്കോളാൻ പറയുവാണ്. അതുപോലെ തന്നെ അർജുൻ ബാലാജിയോട് പറയുവാണ് നീ ഒരു 100 മീറ്റർ ഫ്രണ്ടിൽ ഓടിക്കോളാൻ പറയുവാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു റേസിൽ ഫസ്റ്റ് വന്ന ആള് തൊട്ട് പുറകിൽ വരുന്ന ആളിനെ എത്ര ഡിസ്റ്റൻസിലാണ് തോപ്പിച്ചതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എടുത്തു കഴിഞ്ഞാൽ ABC എന്ന് പറഞ്ഞെടുക്കാം. ഫുള്ള് വലിച്ചു വരി എഴുതേണ്ട ആവശ്യമില്ല. അർജുൻ ബാലാജീനെ 100 മീറ്റർ ഗ്യാപ്പിൽ തോപ്പിച്ചു. അതായത് അർജുൻ 1000 ഓടുവാണെങ്കിൽ ഇവൻ 900 ഓടാൻ പറ്റുന്നുള്ളൂ. അതാണ് അതിൻ്റെ മീനിങ്. രണ്ടാമത്തെ കേസ് ബാലാജി ചരണിനെ 100 മീറ്ററിൽ തോപ്പിച്ചു. ബാലാജി 1000 ഓടുവാണെങ്കിൽ ഇവന് 900 ഓടാൻ പറ്റുന്നുള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഒറ്റ ഇതായിട്ട് മാറ്റണം. അത് നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ എന്താണ് 1000 900 ആയി, മീൻസ് 0.9 ടൈംസ്. അപ്പോൾ ഇവിടെയും 0.9 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 810 എന്ന് പറഞ്ഞ് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് പറയാം ഇവരുടെ ഡിസ്റ്റൻസിൻ്റെ റേഷ്യോ 100 90 81 എന്ന് വേണമെങ്കിൽ പറയാം. ഇനി നമുക്ക് പറയാവുന്ന കേസ് ഡിസ്റ്റൻസ് ഇവിടെ ടൈം സെയിം ആണ്. എല്ലാവരും ഒരേ ടൈമാണ് എടുക്കണമെങ്കിൽ, ഫിനിഷ് ചെയ്യാൻ ഒരേ ടൈം എടുക്കണമെങ്കിൽ അർജുൻ 100 ഓടും, ഇവൻ 90 ഓടും, ഇവൻ 81 ഓടും എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ ടൈം കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ ഡിസ്റ്റൻസിൻ്റെ റേഷ്യോന് ഈക്വൽ ആയിരിക്കും സ്പീഡിൻ്റെ റേഷ്യോ. അപ്പോൾ എന്ത് വരും? 100:90:81 എന്ന് പറഞ്ഞെടുക്കാം. ഇത് നമുക്ക് അവരുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്പീഡായിട്ട് എടുക്കാം. ഇനി അടുത്ത റേസിൽ അർജുനുണ്ട്, ബാലാജിയുണ്ട്, ചരണുണ്ട്. അപ്പോൾ നമ്മളിവിടെ രണ്ടിലും കോമൺ ഉള്ള ബാലാജിയാണ്. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ എടുക്കാൻ ഉദ്ദേശിക്കുന്ന അർജുൻ ഗീവ്സ് ബാലാജിയെ ഹെഡ് സ്റ്റാർട്ട്. അപ്പോൾ അർജുന് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ്. അർജുൻ ബാലാജിയോട് പറയുകയാണ് നീ ഒരു 100 മീറ്റർ ഫ്രണ്ടിൽ ഓടാൻ പറയുകയെന്ന് വിചാരിക്കാം. അപ്പോൾ ബാലാജി ഒരു 100 മീറ്റർ ഫ്രണ്ടിലുണ്ട്. അടുത്ത ബാലാജി ചരണിന് ഒരു ഹെഡ് സ്റ്റാർട്ട് കൊടുത്തു 100 മീറ്റർ. അതായത് ബാലാജി ചരണിനോട് പറയുവാണ് നീ ഒരു 100 മീറ്റർ ഫ്രണ്ടിലോട്ട് ഓടിക്കും, ഫ്രണ്ടിൽ നിന്ന് ഓടി തുടങ്ങിയാൽ മതി എന്ന് പറയുവാണ്. അപ്പോൾ നമുക്കിവിടെ നോക്കുവാണെങ്കിൽ ഈ ഒരു റേസിൽ അർജുന് 1000 മീറ്റർ ഫുൾ ഓടണം. അതേസമയം ബാലാജിക്ക് 900 ഓടിയാൽ മതി. ഓക്കെ, അതേസമയം ചരണിന് 800 ഓടണം. ഓക്കെ, ഇനി ഇതിൽ ആരാ ജയിക്കണേന്ന് നോക്കണം. ആരാ ജയിക്കണേന്ന് നോക്കണമെങ്കിൽ ഏറ്റവും കുറച്ച് ടൈം എടുക്കുന്ന ആരാന്ന് നോക്കണം. ഇത് അവരുടെ ഡിസ്റ്റൻസ് ആണ്. സ്പീഡിൻ്റെ റേഷ്യോ നമുക്കറിയാം. 100 90 81. അപ്പോൾ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എന്ന് പറയുമ്പോൾ ടൈം എന്ന് പറഞ്ഞ് കിട്ടും. ഇവിടെ നോക്കുമ്പോൾ 1000/100 10. ഇവിടെ 900/90 10. ഇവിടെയാണെങ്കിൽ 800/81 800/81. നമുക്കറിയാം അത് 10നേക്കാളും കുറവായിരിക്കും. കാരണം എന്താ? 10 വരണമെങ്കിൽ 810 വരണമായിരുന്നു. 10 വരണമെങ്കിൽ 810 വരണമായിരുന്നു. അപ്പോൾ ഈ ഒരു റേസിൽ ജയിച്ചിട്ടുള്ളത് സി ആണ്. ഇനി തൊട്ട് പുറകിൽ വരുന്ന ആൾ, ഓക്കെ, അതായത് ഈ സി 800/81 സെക്കൻഡ് കൊണ്ട് ഇവിടെ എത്തുമ്പോൾ തൊട്ട് പുറകിൽ ചിലപ്പോൾ അർജുനാകാം, ചിലപ്പോൾ ചരണാകാം. എവിടെയാണ് എത്തിയത്, ആ എത്തിയതും ഇവരും തമ്മിലുള്ള സിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് വേണമെങ്കിൽ പറയാം അർജുൻ്റെ കേസിൽ അവന് ഫുള്ള് ഫിനിഷ് ചെയ്യാനായിട്ട് 10 സെക്കൻഡാണ് വേണ്ടത്. ഓക്കെ, 10 സെക്കൻഡാണ് വേണ്ടത്. സി ആണെങ്കിൽ 800/81 ആയപ്പോൾ ഫിനിഷ് ചെയ്തു. ഓക്കെ, 800/81 ആയപ്പോൾ ഫിനിഷ് ചെയ്തു. ആക്ച്വലി അർജുൻ ഇനി ഇത്രയും ടൈം കൂടി ഓടി തീർക്കാനുണ്ട്. ഓക്കെ, അവൻ്റെ സ്പീഡ് 100 ആണ്. അവനപ്പോൾ ഇത്രയും ഡിസ്റ്റൻസ് ഓടി തീർക്കാനുണ്ട്. അതായത് ഇവിടെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ 810 മൈനസ് 800, അപ്പോൾ 10 1000/81 എന്ന് പറഞ്ഞു വരും. 1000/81 എന്ന് പറഞ്ഞു വരും.
1000/81 എന്ന് പറയുമ്പോൾ ഏകദേശം നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കി കഴിയുമ്പോൾ എത്ര വരും? 1000/81. 1000/81 എന്ന് പറയുമ്പോൾ അപ്രോക്സിമേറ്റ്ലി 12 പോയിന്റ് സംതിങ് വരും. 12.34 സംതിങ് വരും. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് രണ്ടാമത്തെ ആളുടെ കേസ് എടുക്കാം. ബാലാജിന്റെ കേസ് എടുക്കാം. അതായത് അർജുനിന് ഇത്രയും കൂടി ഓടി തീർക്കാനുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അല്ലെങ്കിൽ സി ഇവിടെ നിൽക്കുമ്പോൾ അർജുൻ 12 പോയിന്റ് ഇത്രയും പുറകിലാന്ന് നമുക്ക് പറയാം. ഈ ബാലാജിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ അവനും 10 സെക്കൻഡിലാണ് ഫിനിഷ് ചെയ്യുന്നത്. ഓക്കെ, അവന് ഇനി ഇത്രയും ടൈം കൂടി ഓടി തീർക്കാനുണ്ട് ഫിനിഷിംഗ് പോയിന്റിൽ എത്തണമെങ്കിൽ, അല്ലേ? അവന്റെ സ്പീഡ് 90 ആണ്. അപ്പൊ നമുക്കിവിടെ നോക്കിക്കഴിയുമ്പോൾ വീണ്ടും 10/81 എന്ന് പറഞ്ഞ് വരും. ഓക്കെ, ഈ 9 ഇത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. 81. അപ്പൊ 100/9 എന്ന് പറയുമ്പോൾ 11.111 എന്നാണ് ആൻസർ വരുന്നത്. ആക്ച്വലി ഇതാണ് ആൻസർ വരേണ്ടത്. ഓക്കെ, 11.11 ആണ് ആൻസർ വരേണ്ടത്. തൊട്ട് പുറകിലുള്ളത് ബി ആണ്. ഇതാണ് ഒറിജിനൽ ആൻസർ വരേണ്ടത്. പക്ഷെ നമ്മുടെ SSCന്റെ ആൻസർ 20 ആയിരുന്നു. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന 800/81 അവർ അപ്രോക്സിമേറ്റ് ചെയ്തെടുത്തു. 800/81 അപ്രോക്സിമേറ്റ് ചെയ്ത് വാല്യൂ എടുത്തു. അതായത് 800/81 9.87 സംതിങ് ആയിട്ട് എടുത്തിട്ടുള്ള ആൻസറാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ആക്ച്വലി 800/81 എന്ന് പറയുമ്പോൾ 9.87 അല്ല, 9.8765 അങ്ങനെ എന്ത് പോകും, നീണ്ടു പോകും. അതാണ് ഈ ഒരു എന്താ പറയുന്നത് ചേഞ്ചിലുള്ള കാരണം. ഒറിജിനൽ ആൻസർ ഇതാണ്. നമ്മുടെ SSCന്റെ ഓപ്ഷനിൽ ഉണ്ടായിരുന്ന 20 പിന്നെ 20 മുകളിലോട്ടുള്ള ഓപ്ഷൻ ആയിരുന്നു. അതുകൊണ്ടായിരുന്നു ഈ ഒരു ക്വസ്റ്റ്യൻ കോൺട്രവേഴ്ഷ്യൽ ആയിട്ട് വരാനുള്ള കാരണം.